അപ്പോൾ ഇങ്ങനെ മഴക്കാലം ഇനി ആവാൻ പോവാണ്. അപ്പോൾ ഇനിയേ നമ്മൾ റബ്ബറിന് വെട്ടണമെങ്കിൽ അല്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ റബ്ബറിന് പ്ലാസ്റ്റിക് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു വീഡിയോ കേട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്നത്. ഇതല്ലേ ആദ്യം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ടാർ ഇങ്ങനെ അവർ തേക്കും. ടാറ് തേച്ച് കഴിഞ്ഞിട്ട് കണ്ടോ ടാർ തേക്കുവാണ്. കണ്ടോ ഈ ടാർ ഇങ്ങനെ ഈ പട്ടേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചരിച്ചവർ തേച്ച് പിടിപ്പിക്കും. ഇങ്ങനെ മുഴയൊന്നും പാടില്ല. ഈ മുഴയൊക്കെ ഉള്ളയിടത്ത് ചെറിയ ലീക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതനുസരിച്ച് അവരതിൻ്റെ മുകളിൽ പശ തേച്ച് പിടിപ്പിക്കും. കണ്ടില്ലേ ഇതിൻ്റെ ആദ്യത്തെ പരിപാടി ഇതാണ്. അപ്പോൾ അത് തേച്ച് പിടിപ്പിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷനാണിത്. ഇതിൽ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഞൊറിഞ്ഞെടുക്കും. കണ്ടില്ലേ ഇങ്ങനെ ഞൊറിഞ്ഞ് പ്ലാസ്റ്റിക് ഇടുന്നത് കാണാത്തവർ ഒത്തിരി പേരുണ്ട് കേട്ടോ തമ്പി ചേട്ടാ. നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ടൗൺ ഏരിയയിലുള്ളവർക്ക് ഇത് അറിയില്ല എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പ്ലാസ്റ്റിക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ പിന്നെ ഇങ്ങനെ അടിച്ചടിച്ച് അത് സെറ്റാക്കും. ഇത് നമുക്ക് ഇടുന്ന നമ്മുടെ ഒരു സുഹൃത്തായ തൊണ്ടലിലെ തമ്പിച്ചേട്ടനാട്ടോ. പുള്ളി ഒരു പട്ടാളക്കാരനായിരുന്നു. തമ്പിച്ചേട്ടാ ഇത് ഇട്ട് കഴിഞ്ഞു അല്ലേ? ഓ ഇത് ഇട്ട് കഴിഞ്ഞു. അല്ല തമ്പിച്ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്നെക്കാട് ഒത്തിരി അറിവുള്ള ഒരാളാണ്. കാരണം നിങ്ങൾ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ നമ്മുടെ വൻ ഭൂരിപക്ഷത്താലാണ് ജയിച്ചത്, ശരിയല്ലേ? തീർച്ചയായിട്ടും 100 സീറ്റിന് മുകളിൽ കിട്ടിയിട്ടില്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് പോലും നമുക്ക് ഇന്ന് വരെ കേരളത്തിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ അഭിപ്രായം എന്താ? അത് ഹൈക്കമാൻഡിൻ്റെ വീഴ്ചയാണ്. ഹൈക്കമാൻഡ് ജനഹിതം മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ 90% ജനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് വിജയം നേടിക്കൊടുത്ത അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിജയം നേടിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സ്ഥാനമുള്ളൂ. കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ഇല്ല. കാരണം അദ്ദേഹം ഒരു MLA അല്ല. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇനി 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. സാമ്പത്തികം ചെലവ് വരും. അത് മാത്രമല്ല മുമ്പേ അദ്ദേഹം പറഞ്ഞിരുന്നു, ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നു MP-മാരെ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ പാടില്ല നിയമം കൊണ്ടുവന്നതും അവർ തന്നെയാണ്. അത് അവർ തന്നെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വി.ഡി. സതീശനാണ് അതിന് യോഗ്യൻ. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം. അല്ലാതെ നോക്കുകൂലി കാരൻ കേരളത്തിൽ വേണ്ട. കെ.സി. വേണുഗോപാൽ ഒരു കാരണവശാലും കേരളത്തിന് വേണ്ട. ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. നല്ലൊരു മെസ്സേജാണ്. അതുമല്ല നമ്മൾ ചേട്ടാ പിന്നെ നമ്മുടെ കെ.സി. വേണുഗോപാലൻ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഇലക്ഷൻ വരുന്ന ടൈമിൽ വർക്ക് ചെയ്തെടുത്തൊക്കെ അവിടെ പരാജയപ്പെടുകയാണ്. കേരളത്തിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന കെ.സി. വേണുഗോപാലൊക്കെ ഇതിൻ്റെ മുൻനിരയിലേക്ക് വന്നതിന് ശേഷം അതെല്ലാം കുറഞ്ഞ് ഇപ്പോൾ ചുരുക്കം സ്റ്റേറ്റുകളിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഓക്കെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ തോമാചേട്ടനെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഒരു കൂട്ടാണ്. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരു തമാശ രീതിയിൽ ഞങ്ങളിങ്ങനെ പ്ലാസ്റ്റിക് ഇടും. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. തോമാചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആര് കണ്ടോ? തോമാചേട്ടൻ സത്യസന്ധതയോടുകൂടി പറഞ്ഞു കേട്ടോ. തോമാചേട്ടൻ രാഷ്ട്രീയം പറയാനില്ല എന്ന് തോമാചേട്ടൻ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് 3 പേരെ ഇഷ്ടമാണ്. 3 പേരെ ഇഷ്ടമാണ്. ആ തോമാചേട്ടൻ നല്ലൊരു കടുത്ത കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 3 പേരെ ഇഷ്ടം. ഒരാളും കളി പറയാൻ പറ്റില്ല. ഓക്കെ നല്ലൊരു കാര്യം തോമാചേട്ടൻ പറഞ്ഞത്. അപ്പോൾ തോമാചേട്ടൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാല. 3 പേരിൽ ആര് വന്നാലും അംഗീകരിക്കും. 3 പേരിൽ ആര് വന്നാലും തോമാചേട്ടൻ അംഗീകരിക്കും. അതാണ് നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലേ തോമാചേട്ടാ? അല്ലേ തോമാചേട്ടാ? പറഞ്ഞ ശരിയല്ലേ? തോമാചേട്ടൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരാളാണ്. നല്ലൊരു നല്ല അതെ. അപ്പോൾ കണ്ട എൻ്റെ പ്ലാസ്റ്റിക് ഇടുന്ന ആദ്യത്തെ ഫസ്റ്റ് കട്ടാട്ടോ ഇത്. ഇങ്ങനെ പശ തേച്ച് പിടിപ്പിക്കും. എന്നിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഞൊറിയും. തോമാചേട്ടാ ഈ പ്ലാസ്റ്റിക് ഇടുന്നതിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? പ്ലാസ്റ്റിക് ഇടുന്ന ചൊറിച്ചിൽ നന്നാവണം, പിന്നടി ശരിയാവണം, വള്ളി വലിച്ച് പിടിക്കണം നല്ലോണം. ആണല്ലേ? അല്ലെങ്കിൽ പിന്നെ ലീക്ക് വരും അല്ലേ? എല്ലാ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ലീക്ക് വരും. അതെ ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരു സിമ്പിളായിട്ട് തോന്നും. പക്ഷേ
നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എങ്ങനെയെല്ലാം ചെയ്താലും